അങ്ങനെ തുടക്കം എന്നുകൊണ്ടുള്ള സിനിമ കണ്ടിരിക്കുകയാണ്. ആൻഡ് സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ലാത്ത ഒരു തുടക്കമായിട്ടാണ് എനിക്ക് വിസ്മയ മോഹൻലാലിന്റെ തുടക്കം ഫീൽ ചെയ്തിരിക്കുന്നത്. അഥവാ ഒരു ഗംഭീര ഭീകര പടം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഡെഫിനറ്റ്ലി ഞാൻ എൻജോയ് ചെയ്തു. ഒരു പരിധി വരെ ഞാൻ ഈ പടം എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. ആദ്യം തന്നെ എന്തായാലും നമുക്ക് പെർഫോമൻസുകളിൽ നിന്ന് തുടങ്ങാം. ബിക്കോസ് അതായിരിക്കും എല്ലാവർക്കും അറിയേണ്ട കാര്യം. സത്യസന്ധത പറയാലോ, ഈ പടത്തിലുള്ള എല്ലാ നടീനടന്മാരും അവർക്ക് കിട്ടിയ റോളുകൾ ചെയ്തു. അത് എങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ ചില സമയങ്ങളിൽ നന്നായി ചെയ്തു, ചില സമയങ്ങളിൽ മൊത്തത്തിൽ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ വിസ്മയ മോഹൻലാലിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ഞാൻ ജനറൽ ആയിട്ടുള്ള എല്ലാവരുടെ കാര്യം പറയുന്നത്. ഈവൻ സായ് കുമാർ പോലെയുള്ള ലെജൻഡറി ആക്ടർ വരെ ചില സീൻസിൽ എനിക്ക് ഇച്ചിരി ഓവർ ആവുണ്ടോ എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അത് സായ്കുമാർ മോശം നടനായതുകൊണ്ടോ സായ്കുമാർ മോശം അഭിനയിച്ചതുകൊണ്ടല്ല, ആ ഒരു ക്യാരക്ടറിന്റെ ക്യാരക്ടറൈസേഷൻ തന്നെ അങ്ങനെയായിരുന്നു. അതുപോലെ എനിക്ക് ഇത് പറയുന്നതിൽ കുറച്ച് ഇതുണ്ട്. ബട്ട് ജൂഡ് ആന്റണി ജോസഫ് ഡയറക്ട് ചെയ്ത സിനിമയാണെന്ന് പറയുമ്പോൾ എനിക്ക് ഇച്ചിരി ഒരു ഇതുണ്ട്. കാരണം 2018 പോലെ അത്രയ്ക്കും വലിയൊരു മൾട്ടി സ്റ്റാർ പടം ഡയറക്ട് ചെയ്ത മനുഷ്യന്റെ സിനിമ എന്ന് പറയുമ്പോൾ എവിടേക്ക് എന്തൊക്കെയൊക്കെയോ തകരാറുകൾ എനിക്ക് ഫീൽ ചെയ്തു. ക്യാരക്ടറൈസേഷൻസിലായിക്കോട്ടെ, ചില സീൻസിൽ ചില നടന്മാരുടെ അഭിനയം ആയിക്കോട്ടെ. മനോജ് കെ ജയൻ, ചില സീൻസിൽ മനോജ് കെ ജയൻ വാസ് ഗുഡ്, ചില സീൻസിൽ വളരെ ആർട്ടിഫിഷ്യൽ ആയിരുന്നു മനോജ് കെ ജയൻ. പിന്നെ ഓബിയസ്ലി എല്ലാവരും കാത്തിരിക്കുന്നത് വിസ്മയ മോഹൻലാൽ ഒരു ഫസ്റ്റ് മൂവി അഥവാ ഒരു ഡെബ്യൂ മൂവി എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ ഷീ വാസ് നോട്ട് ബാഡ്. ഡെഫിനറ്റ്ലി നോട്ട് ബാഡ്. ഡെഫിനറ്റ്ലി എവിടേക്കൊക്കെയോ എന്തൊക്കെയോ പൊട്ടൻഷ്യൽ ഉണ്ട്. ഒരു കാര്യത്തിൽ എന്തായാലും അച്ഛന്റെ മകളാണെന്ന് പറയാൻ പറ്റും. അടിയുടെ കാര്യത്തിൽ കിടിലൻ അടി, സൂപ്പർ ആയിട്ട്, അഥവാ നല്ല എഫേർട്ട് ഇട്ടിട്ടാണ് അവർ ചെയ്തത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് അത് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഷീ വാസ് റിയലി ഗുഡ് വെൻ ഇറ്റ് കംസ് ടു ഫൈറ്റിംഗ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ആക്ടിങ് ചില കാര്യങ്ങൾ ഷീ വാസ് ഗുഡ്, ഷീ വാസ് നോട്ട് ബാഡ്. ചില കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കുറച്ചും കൂടി മിനുക്കാനുണ്ട്. ബട്ട് അഗൈൻ ഇറ്റ്സ് ഹെർ ഫസ്റ്റ് മൂവി. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഷീ ഡിഡ് നോട്ട് ബാഡ് ജോബ്. പക്ഷെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു പേര് ആശിഷ് ജോ ആന്റണി. മച്ചാൻ ഈ പടത്തിൽ ലിറ്ററലി 2-3 ഡയലോഗേ ഉള്ളൂ. ബട്ട് ഹി വാസ് റിയലി ഗുഡ്. ലൈക്ക് എനിക്ക് നന്നായി വർക്ക് ആയിട്ടോ ആ ഒരു ക്യാരക്ടർ. ജെന്യുവൻലി ഒരു ഹൊറർ മൂവിത്തെ പ്രേതത്തിന്റെ ഒരു എഫക്റ്റ് ആണ് ആ മച്ചാന്റെ ക്യാരക്ടറിന് ഉണ്ടായത്. അങ്ങനത്തെ ഒരു ലെവൽ സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹി വാസ് റിയലി ഗുഡ്. നമ്മുടെ ആന്റണി പെരുമ്പോവറിന്റെ മകനാണ്. ഹി വാസ് റിയലി ഗുഡ്. ആൻഡ് ഓബിയസ്ലി നമ്മുടെ ലാലേട്ടൻ ഒരു ക്യാമിയോ റോളിൽ വന്നിട്ടുണ്ട്. സത്യസന്ധമായി പറഞ്ഞാൽ ഏതൊരു സിനിമയത്തെ ഒരു ക്യാമിയോ റോൾ പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് അത് ലാലേട്ടൻ ആയതുകൊണ്ട് നമ്മൾക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് യാ, ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. അങ്ങനെ അതൊക്കെയാണ് പെർഫോമൻസസിന്റെ കാര്യം. ടെക്നിക്കലി പടം വാസ് നൈസ്, അഥവാ കാണാൻ നല്ല രസമുണ്ട്. വിഷ്വലി അവർ നന്നായിട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ആകെ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ തോന്നി ഡബിങ്ങിലാണ്. ഡബിങ് വാസ് നോട്ട് ദാറ്റ് ഗുഡ്. എസ്പെഷ്യലി വിസ്മയുടെ ഡബിങ് വാസ് വെരി മിസ്ഫിറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഒട്ടും അങ്ങോട്ട് ലിപ്സും സൗണ്ടും ഒന്നും അങ്ങോട്ട് സിങ്ക് ആവണ പോലെ ഉണ്ടായിരുന്നില്ല ഒരു ഡയലോഗിൽ പോലും. അതെനിക്ക് കുറച്ച് ഓഫ് പുട്ടിങ് ആയി തോന്നി. ബട്ട് അതർ ദൻ ദാറ്റ് ടെക്നിക്കലി ദ മൂവി ഈസ് നൈസ്. ജേക്സ് ബിജോയ് ആണ് മ്യൂസിക്. പാട്ടുകൾ പ്രത്യേകിച്ചൊന്നുമില്ല, ബട്ട് ഉള്ള പാട്ടുകൾ നന്നായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു 80-90% ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിഡിലനായിരുന്നു. പക്ഷേ ചില ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാക്കേണ്ട ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട്. എസ്പെഷ്യലി ലാലേട്ടനൊക്കെ കൊടുത്തിരിക്കുന്ന, അഥവാ ലാലേട്ടനെ എലവേറ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന ബീജി ഒന്നും എനിക്ക് പേഴ്സണലി അത്രയ്ക്കും ഒരു ഇമ്പാക്ട്ഫുൾ ബീജി ആയിട്ട് തോന്നിയില്ല. സോ അവിടെ അങ്ങനെ ചില സ്ഥലങ്ങൾ നിരാശപ്പെടുത്തിയെങ്കിലും ഓവറോൾ ഇറ്റ്സ് ജേക്സ് ബിജോയ്. സോ ഹി ഡിഡ് എ പ്രിറ്റി ഡാം ഗുഡ് ജോബ് ഇൻ മൈ ഒപ്പീനിയൻ. ആൻഡ് പടം മൊത്തത്തിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ആക്ച്വലി ഒരു എൻഗേജിങ് ആയിരുന്നു. അഥവാ എന്നെ പിടിച്ചിരുത്തി ഫസ്റ്റ് ഹാഫ്. ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഇത് കുഴപ്പമില്ലല്ലോ, ഇത് നല്ല രസമുണ്ടല്ലോ എന്ന് പറഞ്ഞിരുന്നു. ബട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ഇച്ചിരി പടം ഒന്ന് ഇഴയാൻ തുടങ്ങിയ പോലെ എനിക്ക് ചെയ്തു. ചെറുതായ ലാഗും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ അതിന്റെ ഇടയിൽ കുറച്ച് നല്ല പരിപാടികളൊക്കെ ഉണ്ട്. നമ്മുടെ വിസ്മയ മോഹൻലാലിന്റെ അടി ക്ലൈമാക്സ് വാസ് കിടിലൻ. അത് ക്ലൈമാക്സ് തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഇത് പ്രതീക്ഷിച്ച ആ ഒരു ലെവലിലേക്ക് എത്തണല്ലോ എന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ അവസാനത്തെ 5 മിനിറ്റ് തീയായിരുന്നു. എനിക്ക് ഒരു കുഴപ്പമില്ല. ആ ഒരു 5 മിനിറ്റിൽ മ്യൂസിക് ആയിക്കോട്ടെ, വിസ്മയ മോഹൻലാൽ ആയിക്കോട്ടെ, പടത്തിന്റെ ടെക്നിക്കലി ആയിക്കോട്ടെ, എല്ലാം പീക്കടിച്ചു. ആ അവസാനത്തെ ആ ഒരു 5 മിനിറ്റിൽ അത് കിട്ടില്ലനായിരുന്നു. ബട്ട് ഓവറോൾ പടം ഇറ്റ്സ് നോട്ട് ബാഡ് മാൻ. ലൈക്ക് കുഴപ്പമില്ല. ഡെഫിനറ്റ്ലി കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്ത്. ഞാൻ കണ്ടതിൽ ജൂഡിന്റെ പ്രോബബ്ലി വീക്കസ്റ്റ് വർക്ക് തന്നെയായിരിക്കും. ഞാൻ ആകെ കണ്ടിരിക്കുന്ന ഓം ശാന്തി ഓശാനിയും അതുപോലെ 2018 ഞാൻ സാറാസ് ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ഒരു മുത്തശ്ശി കഥ ഉണ്ടല്ലേ, ഐ തിങ്ക് ഒരു മുത്തശ്ശി കഥ ഒരു എന്റർടൈനർ. എന്താ ഞാൻ ഇങ്ങനെ കമ്പയർ ചെയ്യാനൊന്നും പോണില്ല. ബട്ട് ഡെഫിനറ്റ് ഇറ്റ്സ് എ പ്രിറ്റി ഗുഡ് മൂവി. കുഴപ്പമില്ല. ഡെഫിനറ്റ്ലി വെറുതെ കണ്ടോണ്ടിരിക്കാൻ പറ്റുന്ന
ഒരു പടമായിട്ടാണ് എനിക്ക് തുടക്കം ഫീൽ ചെയ്തത്. എന്തായാലും മിനി നമ്മുടെ വിസ്മയ മോഹൻലാൽ നന്നായി മിനിക്ക് നല്ല കിടലൻ റോൾസിലൊക്കെ വരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ആശിഷ് ആന്റണിക്കും കിടലൻ റോൾസ് കിട്ടട്ടെ. എന്തൊക്കെയാണെങ്കിലും നമുക്കിനി എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. ഇനി അടുത്തത് ജൂഡ് ആന്റണി ജോസഫ് എന്താണ് ചെയ്യുക, നമ്മുടെ മോഹൻലാലിനോടൊപ്പം ഒരു സിനിമ എടുക്കുന്നതാണ് കേട്ട് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. ബട്ട് ദാറ്റ്സ് മൈ ഒപ്പീനിയൻ ഓൺ തുടക്കം. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ. I will see you guys in next video. Bye.